നടക്കാനിരുന്നത്. എന്നാൽ MLA ഉദ്ഘാടന വേളയിലാണ് ഇത് 3 കോടി രൂപയുടെ 3 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നറിയിച്ചത്. എന്തായാലും 3 കോടി രൂപയോളം വിനിയോഗിച്ച് BMBC സംവിധാനത്തിലാണ് ഈ ഒരു കക്കൂത്ത് റോഡ്, നമ്പ്യാർപ്പടി റോഡ് യാഥാർത്ഥ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെരിന്തൽമണ്ണ ടൗണിലൂടെയുള്ള ചെറുവാഹനങ്ങൾക്ക് ചില്ലീസ് ജംഗ്ഷൻ മുതൽ മൗലാന ജംഗ്ഷൻ ഭാഗത്തൊക്കെ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. എന്നാലും MLA പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. JCBയിൽ കയറി നജീബ് കാന്തപുരം MLA റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ലിവറളക്കുണ്ട് കമന്ററി കേട്ടോ. ടോപ്പ് 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 ഞാൻ അടുത്തുണ്ടായിരുന്നു. എന്തായാലും നജീബ് കാന്തപുരം MLAയുടെ ഈ റോഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിക്കാം. കാലമായിട്ട് തകർന്നു കിടക്കുന്ന ഒരു റോഡായിരുന്നു ഇത്. നിരവധി തവണ ടുഡേ ന്യൂസ് തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? 2 കോടിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന MLA 3 കോടി പ്രഖ്യാപിച്ച്, 1 കോടിയും കൂടെ പ്രഖ്യാപിച്ച് ആളുകൾ എന്തായാലും സന്തോഷത്തിലാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ എന്താണ് സാറിന് പറയാൻ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെരിന്തൽമണ്ണയിലെ ഒന്നാമത്തെ പ്രശ്നം ഗതാഗത പ്രശ്നമാണ്. ഈ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക എന്നുള്ളത് എല്ലാവരും ഒരുപാട് കാലം ആഗ്രഹിക്കുന്നതാണ്. അതിന് നമ്മൾ എല്ലാ വഴിയും നോക്കി ഗവൺമെൻറ്റിനെ സമീപിച്ചു. നമുക്ക് ശാശ്വത പരിഹാരം എന്ന നിലക്ക് ഓരോടമ്പാലം ബൈപ്പാസിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. ആ ഓരോടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് വരിക എന്നുള്ളതാണ് ശാശ്വത പരിഹാരം. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്ന മറ്റൊരു താൽക്കാലിക ആശ്വാസമാണ് ഈ ടൗൺ ഹാൾ കക്കൂത്ത് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ കൗൺസിലർമാരും ഇവിടുത്തെ ജനനേതാക്കളും എല്ലാവരും സംസാരിച്ചപ്പോൾ 1 കോടി രൂപ കൊണ്ട് നമുക്ക് പരിഹരിക്കാമെന്നുള്ളതായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അത് 1 കോടിയിൽ നിന്നില്ല, 2 കോടിയാക്കി. അപ്പോൾ 2 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. കെല്ലാണ് അതിൻ്റെ വർക്ക് എടുക്കുന്നത്. അപ്പോൾ 2 കോടിയിലും ഇത് തീരില്ല എന്നത് വന്നപ്പോൾ ഇപ്പോൾ അത് 3 കോടിയായിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡ് സമ്പൂർണ്ണമായിട്ടും നമുക്ക് എത്രയും വേഗം പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കണം. ഇതോടുകൂടി പെരിന്തൽമണ്ണയിൽ ഭാഗികമായിട്ടുള്ള ഒരു യാത്രാ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. ഒരു ട്രാഫിക് പരിഷ്കരണം കൂടെ കൊണ്ടുവന്ന് നമ്മൾ പരമാവധി നമ്മുടെ ഈ മാഡ് റോഡ് വഴി വരുന്ന വാഹനങ്ങൾ മുഴുവനും ഈ റോഡ് വഴി തിരിച്ചുവിട്ടാൽ തന്നെ വലിയൊരു തോതിലുള്ള ട്രാഫിക് പ്രശ്നം നമുക്ക് തീർക്കാൻ കഴിയും. കാരണം മയൂരിയിലും ചില്ലീസിലും ഒക്കെ വരുന്ന ട്രാഫിക് പ്രശ്നങ്ങൾക്ക് ഒരു നല്ല പരിഹാരം കക്കൂത്ത് ടൗൺ ഹാൾ ബൈപ്പാസായിട്ട് മാറും. അതിന് ഒരു വഴി തുറന്നു എന്നുള്ളതാണ് സന്തോഷം. വികസന കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന വികസനത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, ചെയ്യാൻ സാധിക്കേണ്ടതുമുണ്ട്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ അതിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രയോറിറ്റിയുള്ള കാര്യങ്ങളെ മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റിയിലെ വലിയൊരു വികസനമാണ് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും MLA പ്രാദേശിക വികസന ഫണ്ട് എന്ന നിലക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം സർക്കാരിന് മറ്റെന്തെങ്കിലും ഫണ്ടുകൾ കിട്ടുമോ എന്ന് ഞങ്ങൾ ശ്രമിച്ചിരുന്നു. ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ അതിന് സാധ്യത ഇല്ലാത്തത് കൊണ്ട് 1 കോടി രൂപ കൂടി ഞാൻ MLA ഫണ്ടിൽ നിന്ന് തന്നെ മാറ്റിവെക്കുകയാണ്.
പെരിന്തൽമണ്ണയെ സംബന്ധിച്ച് ഒരുപാട് റിംഗ് റോഡുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് പെരിന്തൽമണ്ണ. കൃത്യമായി വിനിയോഗിച്ചാൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഈ കുരുക്കുകൾ അഴിക്കാൻ പറ്റും എന്നാണ് പൊതുവേ ഉള്ളൊരു ആളുകൾ പറയുന്ന ഒരു കാര്യം. ഈ റിംഗ് റോഡുകളൊക്കെ സാറിന്റെ എന്തെങ്കിലും ഭാവനയിലുണ്ടോ, എന്തെങ്കിലും പദ്ധതികൾ? അല്ല, നമ്മൾ പൊതുവേ ഞാൻ വികസന കാര്യത്തിൽ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളുമില്ല. ഇപ്പോൾ നമുക്ക് റിംഗ് റോഡുകളുടെ വികസനവും അതുപോലെ തന്നെ ജംഗ്ഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് 20 കോടി രൂപയുടെ ഒരു പദ്ധതി കൂടി വരുന്നുണ്ട്. അതും ഈ മുനിസിപ്പാലിറ്റിക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കാര്യവട്ടം അലനല്ലൂർ റോഡ് ബൈപ്പാസ് തുറന്നു. അതും ഈ ഒരു വലിയ മികച്ച നേട്ടമായിരുന്നു. അതിനെ ഇനി കണക്ട് ചെയ്യുന്ന തരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു തരത്തിലൂടെ ചിന്തിച്ചാൽ നമുക്ക് പാലക്കാടുമായി കണക്ട് ചെയ്യാവുന്ന ഒരു ബൈപ്പാസ് കൂടിയായിട്ട് ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇവിടുന്ന് നേരെ നമ്മൾ കക്കുത്ത് ബൈപ്പാസ് വഴി അലനല്ലൂർ കാര്യവട്ടം റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കത് ഇനി കോയമ്പത്തൂരിലേക്ക് തന്നെയുള്ള ഒരു ബൈപ്പാസ് എന്ന നിലക്ക് പോലും ഇതിനെ പരാമർശിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതൊരു വികസന പ്രവർത്തന രംഗത്തെ നമ്മുടെ ഒരു നാഴികക്കല്ലായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ നാട്ടിലെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും ഞാൻ എൻ്റെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. കാരണം അവരുടെ എന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഇവിടുത്തെ കൗൺസിലർമാർ, ഇവിടുത്തെ ജനനേതാക്കന്മാർ, അവരൊക്കെ പ്രത്യേകിച്ച് അവരെടുത്തിട്ടുള്ള ഒരു വലിയ ഇനീഷ്യേറ്റീവ് ഉണ്ട്. ആ ഇനീഷ്യേറ്റീവിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഒരു MLAയുടെ ശ്രദ്ധയിൽ അതിൻ്റെ പ്രാധാന്യം ആ അർത്ഥത്തിൽ എത്തിക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ്. അതിലവർ വിജയിച്ചിരിക്കുന്നു എന്നതുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ ഏറെ നാളത്തെ ഒരു പരിശ്രമം ഈ ഒരു റോഡിന്റെ ഒരു നവീകരണത്തിൽ, അത് MLA പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യം MLAയെ ബോധ്യപ്പെടുത്താൻ കൗൺസിലർ എടുത്ത തീരുമാനം ഉണ്ട് ഇതിൽ. എന്തായാലും കൗൺസിലർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുകൂടി നമുക്ക് പ്രത്യേകിച്ച് കൗൺസിലർ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ MLAനോട് പ്രത്യേകം നന്ദിയാണ് ഞാൻ അറിയിക്കുന്നത്. ഈ റോഡ് ഈ MLAൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ ഇതിന് MLA ആദ്യം തന്നെ 1 കോടി രൂപ അനുവദിച്ച് തന്നു. അത് എത്തില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ രണ്ടാമതും തന്നു. ഇപ്പോൾ 3 കോടി MLA ഇതിന് അനുവദിച്ച് തന്നിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു റോഡായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് MLA ഇതിന് ഫണ്ട് അനുവദിച്ചതിന് പ്രത്യേകം MLAനോട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് നാട്ടുകാർക്ക് ഭയങ്കര ഉപകാരപ്രദമായ റോഡാണ്. അതുകൊണ്ട് എല്ലാവിധ നന്ദി. എന്തായാലും തീർച്ചയായും ഈ കൗൺസിലർമാരുടെയൊക്കെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ റോഡ് ഇത്ര നല്ല രീതിയിൽ BMBC ചെയ്ത് നവീകരിച്ച ഒരു മിനി ബൈപ്പാസ് എന്ന രീതിയിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നത് ഇതിൻ്റെ ഇവരുടെ ഈ കൗൺസിലർമാരെടുത്ത വലിയൊരു തീരുമാനം, വലിയൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഒരു ഫലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 3 കോടി രൂപയ്ക്ക് ഈ ഒരു റോഡ് BMBC ചെയ്ത് നവീകരിക്കുന്നതോടെ പെരിന്തൽമണ്ണയിൽ തന്നെ മറ്റൊരു മിനി ബൈപ്പാസ് ആയിട്ട് ഈ ഒരു റോഡിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലം ഈ ഒരു പ്രദേശവാസികൾക്ക് ലഭിക്കും. 2.5 വർഷത്തോളമായിട്ട് തകർന്നു കിടക്കുന്ന ഈ റോഡാണ് ഇപ്പോൾ ശാപമോക്ഷം നേടി പുതിയ രീതിയിൽ, ആധുനിക രീതിയിൽ നവീകരിക്കാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. എന്നാലും ഏറെ കാലമായിട്ട് തകർന്നു കിടക്കുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് ഈ റോഡ് ഈ വിധം കീറി മുറിച്ചത്. പക്ഷേ അതിനുശേഷം 2.5 വർഷത്തോളം യാതൊരുവിധ നവീകരണ പ്രവൃത്തികളും ഈ റോഡിൽ നടക്കാതായതോടുകൂടി ഇതുവഴിയുള്ള സഞ്ചാരം തീർത്തും ദുർഘടമായ അവസ്ഥയിലായിരുന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇതുവഴി എത്തുന്നില്ല എന്ന തരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. ഈ പ്രദേശവാസികളായവർ വലിയ ദുരിതമായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ വലിയൊരു തരത്തിലൊരു ഗതാഗത കുരുക്കുമുണ്ടായിരുന്നു. ചെറുവാഹനങ്ങളൊക്കെ ഈ റോഡ് കീറി മുറിക്കുന്നതിന് മുമ്പ് ചെറിയ വാഹനങ്ങളൊക്കെ ഇതുവഴി കക്കൂത്ത് റോഡ് വഴി ടൗണിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണമായും ഈ റോഡ് കീറി മുറിച്ച് സഞ്ചാരയോഗ്യമല്ലാതായതോടുകൂടി ഇതുവഴിയുള്ള ഗതാഗതം ചെറുവാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ചു. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി വരാതായി. തുടർന്ന് ചില്ലീസ് ജംഗ്ഷൻ മുതൽ മൗലാന ടൗൺ ഭാഗങ്ങളിലൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ 3 കോടി രൂപയോളം വകയിരുത്തുമ്പോൾ ആ ഒരു ഏറെ കാലമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ കരുതുന്നത്. എന്തായാലും 3 കോടി രൂപ, ആദ്യം 1 കോടി രൂപ വകയിരുത്തി സാധാരണ രീതിയിൽ നവീകരിക്കാനായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. സാധാരണ രീതിയിൽ പോക്കറ്റ് റോഡുകൾ നവീകരിക്കുന്ന രീതിയിൽ നവീകരിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ
അത് 1 കോടി കൂടി അത് അപര്യാപ്തമാണെന്ന് അറിയിച്ചതോട് കൂടിയിട്ട് 1 കോടി രൂപ കൂടി വകയിരുത്തി അതിനുശേഷവും ഈ റോഡ് നവീകരിക്കാൻ BMBC എന്ന രീതിയിൽ നവീകരിക്കണം എന്ന് പൊതുജനം ആവശ്യമുന്നയിച്ചതോടെ ആ 2 കോടിക്കും ഈ ഒരു കക്കൂത്ത് റോഡ് BMBC ചെയ്ത് നവീകരിക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞതോടെ 1 കോടി രൂപ ഈ ഉദ്ഘാടന വേളയിലാണ് MLA 1 കോടി രൂപ കൂടി മുന്നോട്ട് വെച്ചത്. അങ്ങനെ മൊത്തം 3 കോടി രൂപയ്ക്കാണ് ഈ നവീകരണ പ്രവൃത്തികൾ ഇവിടെ നടത്തുന്നത്. തികഞ്ഞ ഒരു വലിയ സദസ്സിൽ വെച്ചാണ് ഈ നവീകരണ പ്രവൃത്തികളൊക്കെ നടന്നത്. ഏറെ കാലമായിട്ട് തകർന്നു കിടക്കുന്ന റോഡിൽ ദുരിതം പേറിയിരുന്ന നാട്ടുകാർക്ക് ഒരു ശാപമോക്ഷമാവുകയാണ്. ടാക്സി പോലും വിളിച്ചാൽ എത്താത്തിടത്തേക്ക് അത്രത്തോളം ദുരിതം ബാധിച്ച ഈ ഒരു റോഡിൻ്റെ അവസ്ഥ നിരവധി തവണ ടുഡേ ന്യൂസിൻ്റെ വാർത്തയായതാണ്. എന്തായാലും ആ ഒരു കാര്യത്തിന് ശാപമോക്ഷമാവുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറിൻ്റെ പേര്? എന്തായാലും ഇതിൻ്റെ പ്രൊജക്റ്റ് മാനേജറാണ് ഇദ്ദേഹം. ഏത് രീതിയിലാണ് ഈ റോഡിൽ ഈ ഒരു BMBC ചെയ്ത് നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ പ്രൊജക്റ്റ് മാനേജറോട് തന്നെ ചോദിക്കും. ഞാൻ മുരളീധരൻ, കെല്ലിൻ്റെ പ്രോജക്റ്റ് മാനേജറാണ്. ഇത് 2 റീച്ചായിട്ടാണ് നമുക്ക് വർക്ക് തന്നിരിക്കുന്നത്. ആദ്യത്തെ റീച്ച് ഈ ടൗൺ ഹാൾ ജംഗ്ഷൻ മുതൽക്ക് 700 മീറ്റർ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ റീച്ച് 700 മുതൽക്ക് 1400 വരെ. അപ്പോഴത്തെ ബൈപ്പാസും കഴിഞ്ഞ് ഒരു 500 മീറ്റർ കൂടി അങ്ങോട്ട് പോകും. ഇത് അങ്ങനെ 5.5 മീറ്റർ വീതിക്കാണ് നമ്മൾ BMNBC എന്ന് പറയുമ്പോൾ ബിറ്റുമിനസ് മെക്കാഡം ആദ്യം 5 സെൻറ്റിമീറ്റർ കനം, പിന്നെ BC എന്ന് പറയുന്നത് ബിറ്റുമിൻ കോൺക്രീറ്റ് 3 സെൻറ്റിമീറ്റർ കനം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഹൈവേ ചെയ്യുന്ന പോലെ നല്ല ഭംഗിയിൽ ഉഷാറായിട്ടുണ്ടാവും. ബാക്കിയുള്ള ഈ 5.5 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെള്ളം കൂടി ഒഴുകി പോകാനുള്ള പാകത്തിന് അതിൻ്റെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ അവസാനം തെർമോപ്ലാസ്റ്റിക് മാർക്കിംഗ് കൂടി ഉണ്ടാവും. സെൻട്രൽ ലൈനും സൈഡൊക്കെ ചെയ്തിട്ട് നല്ല ഉഷാറായിട്ട് ഫിനിഷ് ചെയ്ത് തരുന്നു. എത്ര വർഷം എങ്ങനെ സമയം കോൺട്രാക്ടർക്ക് അനുവദിച്ചിരിക്കുന്ന 6 മാസമാണ്. പക്ഷെ അത്ര സമയമൊന്നും വേണ്ട. ഒരു മാർച്ച് അവസാനം ആകുമ്പോഴേക്കാണ് നമ്മൾ എയിം ചെയ്യുന്നത്. എല്ലാവരും കൂടി സഹകരിച്ച് മര്യാദയ്ക്ക് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചാൽ മാർച്ച് അവസാനം ആകുമ്പോഴേക്കും ഇത് തീരും. അതിലേക്കുള്ള അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 6 മാസത്തിനുള്ളിൽ തീർക്കാനാണ്. ഓക്കെ, 6 മാസം അനുവദിച്ച സമയമാണ്. അതിൻ്റെ ഉള്ളിൽ തീരുമെന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മളെടുത്ത് വി ബാബുരാജ് സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഈ ഒരു വലിയൊരു സന്തോഷമുള്ള ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്താണോ പറയുന്നത്? പെരിന്തൽമണ്ണക്കാരുടെ ഒരു ചിരകാല അഭിലാഷമാണ് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. കാരണം പെരിന്തൽമണ്ണയിലെത്തുന്ന സാധാരണക്കാരെ ആളുകൾ, ഈ മൗലാന, അൽഷിഫ തുടങ്ങിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോകുന്ന രോഗികളടക്കമുള്ള ആളുകൾ, ബൈപ്പാസിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഗുണപരമായ രീതിയിലുള്ള ഒരു റോഡ് തന്നെയാണ് നമ്മുടെ ഈ റോഡ് കക്കൂത്തേക്ക് പോകുന്ന ഈ റോഡ്. തീർച്ചയായും MLA കാണിച്ച ആ ഒരു വലിയ മനസ്സ്, 3 കോടി രൂപ അനുവദിക്കുക എന്നൊരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം, ഇത് തൊട്ടടുത്ത് ഈ മുനിസിപ്പാലിറ്റിയിലെ അഴിമതിയുടെ സ്മാരകമായി ഇവിടെ നിൽക്കുന്ന ടൗൺ ഹാൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇവിടുത്തെ ഭരണാധികാരിയുടെ പിടിപ്പുകേടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും നഗരസഭ അവലംബിക്കുന്ന, ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും നീതികേട് കാണിക്കുന്ന ഒരു നഗരസഭയാണ് പെരിന്തൽമണ്ണയുള്ളത്. കഴിഞ്ഞ കാലത്തെ ഭരണത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇവിടെ. ഇത് MLA ഇല്ലെങ്കിൽ ഈ പെരിന്തൽമണ്ണക്കാർ അനാഥരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന രീതി തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് MLAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും MLA, ഇവിടുത്തെ കൗൺസിലർമാരും ഇവിടുത്തെ പൊതുപ്രവർത്തകരും കാണിച്ച മാതൃകമായ പ്രവർത്തനങ്ങൾ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുകയാണ്. പെരിന്തൽമണ്ണയിലെ മുഴുവൻ റോഡുകളും തകർന്ന് കിടക്കുകയാണ്. അതായത് നമ്മൾ കണ്ടു, പുലാമന്തോളിൽ നിന്നും 13 കിലോമീറ്റർ പദയാത്ര നടത്തിയ ഒരു MLA നമ്മുടെ പെരിന്തൽമണ്ണക്കാർക്ക്, പെരിന്തൽമണ്ണ എത്തുന്ന ആളുകൾക്ക്, മറ്റു ജില്ലകളിൽ നിന്ന് പോലും എത്തുന്ന ആളുകൾക്ക്, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് MLA അന്ന് പുലാമന്തോളിൽ നിന്നും പെരിന്തൽമണ്ണയ്ക്ക് ഒരു പദയാത്ര 13 കിലോമീറ്റർ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി ഇത്തരം വലിയൊരു സമരം ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഫലവും നമ്മൾ കണ്ടു. പുലാമന്തോളിൽ നിന്നുള്ള റോഡിൻ്റെ അറ്റകുറ്റപ്പണികളെങ്കിലും നടത്താൻ ഈ അധികാരികൾക്ക് സാധിച്ചു എന്നത്. അതുപോലെ തന്നെയാണ് നഗരസഭയുടെ അവസ്ഥ. നഗരസഭ നികുതി പിരിക്കുക എന്നല്ലാതെ മറ്റൊരു കാര്യവും ജനങ്ങൾക്ക് ചെയ്യുന്നില്ല. MLA, നമ്മുടെ നജീബ് കാന്തപുരത്തുള്ള MLA ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ നാഥനുണ്ട് എന്നൊരവസ്ഥ ഇപ്പോഴുണ്ട്. മുനിസിപ്പാലിറ്റിയിലുള്ള മുഴുവൻ പോക്കറ്റ് റോഡുകളും കേടുവന്ന് കിടക്കുകയാണ്. പക്ഷേ അതിൽ നിന്നൊരു മാതൃക കാണിച്ചതാണ് ഈ MLA ഈ റോഡിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, നമ്മുടെ MLA 13 കിലോമീറ്റർ നടന്ന് ഈ റോഡിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരം ഈ റോഡിൻ്റെ പ്രശ്നം ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ MLA 1 കോടി പ്രഖ്യാപിക്കുകയും ആ 1 കോടി കൊണ്ട് തികയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 2 കോടി ആക്കി മാറ്റുകയും ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ വെച്ച് തന്നെ MLA പറഞ്ഞു അത് 2 കോടി തികയില്ലെങ്കിൽ 3 കോടി കൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്യുമെന്ന് MLA ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു മാതൃകാപരമായ MLA ആണ് പെരിന്തൽമണ്ണയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും. എന്തായാലും 3 കോടി രൂപ വകയിരുത്തിയിട്ട് ഈ റോഡ് നവീകരിക്കുന്ന ഒരു സന്തോഷമായ
ഈ 1-2 വർഷക്കാലമായി 2 വർഷക്കാലമായി ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിനൊരു നാഥനില്ലാ കളരിയായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളെ പുതിയ MLA വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ റോഡിൽ ഓട്ടോറിക്ഷക്കാരോ വാഹനങ്ങളോ ഒന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള MLA ആണ് പെരിന്തൽമണ്ണക്ക് ആവശ്യം. മുനിസിപ്പാലിറ്റി ഇത്രയും വർഷമായിട്ട് ഇതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് ഇന്നിവിടെ ഇങ്ങനെ ജനങ്ങൾ എല്ലാവരുമായിട്ട് പങ്കിട്ടത്. തീർച്ചയായും എന്തായാലും പ്രദേശവാസികളാണെങ്കിലും മറ്റുള്ളവരൊക്കെ ജനപ്രതിനിധികളാണെങ്കിലും എല്ലാവരും വലിയൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ്, ആ സന്തോഷ മുഹൂർത്തത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഓരോരുത്തരും അവരുടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. താമരത്ത് ഹംസു നമ്മളോടൊപ്പം ചേരുകയാണ്. തീർച്ചയായും ഞങ്ങൾ ഈ പ്രദേശത്തുകാർ വളരെയധികം സന്തോഷത്തിലാണ്. 2 വർഷമായി ഞങ്ങൾ കാത്തുകൊണ്ടിരുന്ന ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ സഫലീകരിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണയുടെ ജനകീയനായ MLA നജീബ് കാന്തപുരവും അതുപോലുള്ള മറ്റു കൗൺസിലർമാരും മുൻകൈയെടുത്ത് ഞങ്ങളുടെ ഈ ആഗ്രഹ സാഫല്യത്തിന് കൂട്ടുനിന്നിരിക്കുകയാണ്. തീർച്ചയായും ഈ പ്രദേശത്തെ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും ഇതിൻ്റെ ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊള്ളുന്നു, പ്രത്യേകിച്ച് MLA അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. എന്തായാലും ഈ ഒരു കക്കൂത്ത് നമ്പ്യാർപ്പടി റോഡ് ഇനിയൊരു മിനി ബൈപ്പാസ് എന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ്. ഒരു പെരിന്തൽമണ്ണയിലെ ഗതാഗത സ്തംഭനത്തിന് ഒരു പരിധിവരെ ഒരു ബദൽ സംവിധാനം എന്ന രീതിയിലാണ് ഈ റോഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. 3 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ നവീകരണ പ്രവൃത്തികൾ, പുനരുദ്ധാരണ പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. 2.5 വർഷത്തോളമായിട്ട് ഇത് തകർന്നു കിടക്കുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികളുടെ ഭാഗമായിട്ടാണ് ഈ റോഡ് തകർന്നു കിടക്കുന്നത്. ആ ഒരു ദുരിതം ഈ ഒരു പ്രദേശവാസികൾ ഏറെ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഓട്ടോറിക്ഷ പോലും ഇതുവഴി സർവീസ് നടത്താൻ മടിക്കുന്ന ഘട്ടത്തിലൂടെ പ്രദേശവാസികൾ അത്രത്തോളം ദുരിതം അനുഭവിച്ചിരുന്ന ഒരു അവസ്ഥയ്ക്ക് ഇനി ശാപമോക്ഷമാവുകയാണ്. ഇന്ന് പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മിനി ബൈപ്പാസ് എന്ന രീതിയിലേക്ക് ഈ കക്കൂത്ത് നമ്പ്യാർപ്പടി റോഡ് മാറുന്നതോടെ ഈ ചില്ലീസ് ജംഗ്ഷനിലേക്ക് എത്താതെ തന്നെ മേലാറ്റൂർ കക്കൂത്ത് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഇതുവഴി ടൗണിൽ പ്രവേശിക്കാനാകും എന്നാണ് കരുതുന്നത്. അതോടുകൂടി തന്നെ ഇപ്പം നിലവിൽ ചില്ലീസ് ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഒരു ബ്ലോക്ക് മൗലാന മുന്നിലൊക്കെ അനുഭവപ്പെടുന്ന ബ്ലോക്കിനും ഒരു പരിധിവരെ ഒരു ആശ്വാസമാകും എന്നാണ്, ഒരു ബദൽ സംവിധാനമായിരിക്കും ഈ ഒരു ബൈപ്പാസ് എന്ന പ്രതീക്ഷയാണ് ഇതിലൂടെ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഏറെ കാലമായിട്ട് തകർന്നു കിടക്കുന്ന കക്കൂത്ത് റോഡിന് ഇപ്പോൾ ശാപമോക്ഷമാവുകയാണ്. ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടക്കുകയാണ്. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ ഏകദേശം 3 കോടി രൂപ വകയിരുത്തി ഈ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരുപാട് നാളുകളായിട്ട് ഈ പ്രദേശവാസികളുടെ നിരന്തരം ആവശ്യമായിരുന്നു ഈ കക്കൂത്ത് റോഡിൻ്റെ ഒരു ശാപമോക്ഷം. 2 വർഷത്തിലേറെയായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് കീറിയിട്ട റോഡാണിത്. അത്രത്തോളം ദുരിതമായിരുന്നു. ടുഡേ ന്യൂസ് 2-3 തവണ ഈ ഒരു റോഡിൻ്റെ ദുരിതം വാർത്തയാക്കിയിരുന്നതാണ്. എന്നാലും MLA ആദ്യം 1 കോടി രൂപയാണ് വകയിരുത്തിയത്. പിന്നീട് വീണ്ടും 1 കോടി രൂപ കൂടി വകയിരുത്തി. ഇപ്പോൾ ഈ ഉദ്ഘാടന വേളയിലാണ് 1 കോടി കൂടി വകയിരുത്തിയതായിട്ട് MLA അറിയിച്ചത്. ആകെ 3 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. എന്നാലും ഈ റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. നജീബ് കാന്തപുരം MLA ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ടുഡേ ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു റോഡ് പ്രാവർത്തികമാകുന്നതോടെ പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു മിനി ബൈപ്പാസ് എന്ന രീതിയിൽ ഉപയോഗിക്കാനാണ് തീരുമാനം. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ BMBC ചെയ്ത് അത്രത്തോളം വീതിയിലാണ് ഈ ഒരു റോഡ് ഇവിടെ ഗതാഗത യോഗ്യമാക്കുന്നത്. സാധാരണ കക്കൂത്തിൽ നിന്നും നമ്പ്യാർപ്പടി വഴി പൊന്യാകുരിശ് ബൈപ്പാസിലേക്കുള്ള ഒരു എൻട്രിയാണ് ഈ റോഡ്. അതുകൊണ്ട് തന്നെ ആ ചില്ലീസ് ജംഗ്ഷനിലുള്ള ഒരു ഗതാഗത കുരുക്കിനും ഒരു പരിഹാരം ഈ ഒരു റോഡ് സാർത്ഥകമാകുന്നതോടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഏകദേശം 3 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. ഏറെ കാലമായിട്ട് 2-2.5 വർഷത്തോളമായിട്ട് തകർന്നു കിടക്കുന്ന റോഡാണ്. നിരവധി തവണ ടുഡേ ന്യൂസിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച്. എന്നാലും ഈ റോഡ് സാർത്ഥകമാകുന്നതോടെ ഒരു മിനി ബൈപ്പാസ് എന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. തയ്യിൽ ഗ്രൂപ്പാണ് ഇതിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് ഇനി ഇതിൻ്റെ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാലും നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ ഈ ഒരു റോഡ് പണി ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം MLA ഇവിടെ നിർവഹിക്കുകയാണ്. ഒപ്പം കൗൺസിലർമാരെടുത്ത ഒരു മുന്നേറ്റമുണ്ട്. ഇതിന് അവരുടെ ഏറെ കാലത്തെ ഒരു പ്രയത്നം ഇതിന് പിന്നിലുണ്ട്. എന്തായാലും പെരിന്തൽമണ്ണ നഗരസഭയിലെ ഫണ്ടിൻ്റെ അഭാവം ആയിരുന്നു പ്രധാനമായും ഈ റോഡിൻ്റെ വിഷയത്തിൽ മുടച്ചു നിന്നിരുന്നത്. അത് മാറ്റുന്നതിനായിട്ടാണ് MLA ഫണ്ടിൽ നിന്നും 3 കോടി രൂപ വകയിരുത്തി റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനി ബൈപ്പാസ് എന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത്. എന്നാലും ഇന്ന് റോഡിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരംഭിക്കും.